ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് വത്സമ്മ ജയപ്രകാശ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണ പദ്ധതിക്കും ഊന്നൽ നൽകിയിട്ടുള്ള ബജറ്റിൽ വിവിധ ക്ഷേമ പദ്ധതികൾക്കും പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി ക്ഷീരമേഖല, മൃഗസംരക്ഷണം, ലൈഫ് ഭവന പദ്ധതി, പട്ടികജാതി പട്ടികവർഗ ക്ഷേമം, വനിതാ യുവജന ശിശുക്ഷേമ പദ്ധതികൾ, ആരോഗ്യം, മാലിന്യ സംസ്കരണം, കുടിവെള്ളം, റോഡ് വികസനം, ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം എന്നിവയ്ക്കും പ്രാധാന്യം നൽകിയുള്ള ബജറ്റാണ് വൈസ് പ്രസിഡന്റ് വത്സമ്മ ജയപ്രകാശ് അവതരിപ്പിച്ചത്. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകി ക്ഷീരമേഖല, മൃഗസംരക്ഷണം, ലൈഫ് ഭവന നിർമ്മാണ പദ്ധതി, പട്ടികജാതി ക്ഷേമം, പട്ടികവർഗക്ഷേമം, വനിതാക്ഷേമം, യുവജനക്ഷേമം, ശിശുക്ഷേമം, ആരോഗ്യം, മാലിന്യ സംസ്കരണം, കുടിവെള്ളം, മൃഗസംരക്ഷണം, റോഡ് വികസനം, അനുബന്ധ പ്രവർത്തനം, സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി ഈ വികസന പ്രവർത്തനങ്ങൾക്കുള്ള തുക ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. യുവജനക്ഷേമം ലക്ഷ്യമിട്ട് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾക്കൊള്ളിച്ച് ചക്കുവള്ളം ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ച ടർഫിനായി MLA ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ കൂടി അധിക വിഹിതമായി തുടർ പ്രവർത്തനങ്ങൾക്കായി അനുവദിച്ചിട്ടുണ്ട്. ടർഫ് സ്റ്റേഡിയം പൂർത്തീകരണത്തിനുള്ള 50 ലക്ഷം MLA വിഹിതം, ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണത്തിനുള്ള ജില്ലാ പഞ്ചായത്തിന്റെ 10 ലക്ഷം, വോളിബോൾ, ഷട്ടിൽ കോർട്ട് എന്നിവയുടെ നിർമ്മാണത്തിനുള്ള പ്രത്യേക പദ്ധതി എന്നിവയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പ്രാരംഭ ബാക്കി ഉൾപ്പെടെ 22,72,46,235 രൂപ വരവും 23,05,87,470 രൂപ ചെലവും 34,62,220 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന കരട് ബജറ്റാണ് അവതരിപ്പിക്കപ്പെട്ടത്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ബജറ്റ് അവതരണ യോഗത്തിൽ പ്രസിഡന്റ് ജോസ് പുതുമൻ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചന്ദ് എറണാകുന്നേൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു PT, മെമ്പർമാരായ PK രാമചന്ദ്രൻ, ആന്റണി കുഴിക്കാട്ട്, BJ രാജപ്പൻ, സുരേന്ദ്രൻ മാധവൻ, അമ്മിണി ഗോപാലകൃഷ്ണൻ, മറിയാമ്മ ചെറിയാൻ, പഞ്ചായത്ത് സെക്രട്ടറി അനിൽകുമാർ SL, കുടുംബശ്രീ ചെയർപേഴ്സൺ ബീന ബിസി തുടങ്ങിയവർ സംസാരിച്ചു. കരട് ബജറ്റിന്മേലുള്ള ചർച്ച, ബജറ്റ് അംഗീകാരം എന്നിവയ്ക്കായുള്ള യോഗം 22-ന് ചേരും. പഞ്ചായത്ത് അംഗങ്ങൾ, നിർവഹണ ഉദ്യോഗസ്ഥർ, മറ്റ് ജീവനക്കാർ തുടങ്ങിയവർ ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അണക്കര.